ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ഉഗ്ര ബിരിയാണിയാണ്, ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ഇത് പ്രഷർ കുക്കറിലല്ല ഇത് വേവിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതായിട്ട് കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കറാമ്പ് എടുത്തിട്ടുണ്ട്, 10 പീസോളം കറാമ്പുണ്ട്, ഒരു കഷ്ണം ജാതിക്കയുണ്ട്, ചെറിയ പീസ് ജാതിക്കയാണ്, പിന്നെ ഒരു കഷ്ണം തക്കോലം, പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്, 5 പീസോളം ഏലക്കയുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഇതാ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഷാജീരകമാണത്, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളകും ഇട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ മെയിനായിട്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതാ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, കളറൊന്നും മാറേണ്ടതില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് ഒരു 2 വലിയ സവാള നല്ല ഫ്രൈ ആക്കിയിട്ടും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് നല്ല ഫ്രൈ ആക്കുന്ന പോലെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് മസാല പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിതാ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂണ് തൈരും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തൈര് ഉണ്ടെങ്കിൽ തൈര് തന്നെ ചേർക്കാം, ഇല്ലെങ്കിൽ മറ്റേ ചെറുനാരങ്ങയുടെ നീര് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഞാൻ 1/2 കിലോ ബീഫാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാലയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മളിതിലേക്ക് ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബീഫും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് 1/2 കിലോ ബീഫുണ്ട്, കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളമൊക്കെ ഊറ്റി വെച്ച ബീഫാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇത് കുക്കറിലല്ല വേവിക്കുന്നത്, ഈ ഒരു പോട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വേവൊക്കെ ഒന്ന് റെഡി ആവാൻ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ ഈ ഒരു വിനീഗർ നല്ലതാണ്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ വിനീഗറൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നന്നായി മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് ഇതാ കറിവേപ്പില, മല്ലിയില, പുതിനയില ഈ 3 ഇലകളും കുറേശ്ശായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, ഇതിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഈ ബീഫ് വേവുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വരും, ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് എനിക്ക് പിന്നെ 1.5 മണിക്കൂറോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് വെന്തോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ചെറിയൊരു വേവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 1.5 മണിക്കൂറാണ് എനിക്ക് മൊത്തത്തിൽ എടുത്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ചെറിയൊരു വേവും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്, ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ വേവിക്കുന്നത്. നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്നത് ഇതുപോലെ വേവിക്കുന്നത് നല്ല ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ഇതാകുമ്പോൾ ആ മസാലയൊക്കെ ശരിക്കും അത് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാകുന്നത് ബീഫിന്. അപ്പോൾ അത് മസാല റെഡിയാകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ചോറുണ്ടാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട്. ചോറിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ മസാല നമ്മൾ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്, പിന്നെ കറാമ്പ് ഇട്ടിട്ടുണ്ട്, ഒരു കഷ്ണം പട്ടയും ഇട്ട്, പിന്നെ ഇത് ഏലക്കയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ ഇതിലേക്ക് ഇതാ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജീരകശാല അരിയാണ് ഞാനിവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ആക്കുന്ന ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചോറുണ്ടാക്കുന്നത്. അരി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചോറുണ്ടാക്കുന്ന രീതി കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിത് വരുന്ന സമയം വരെയാണ് നമ്മളിത് ഇളക്കിയെടുക്കുന്നത്. അരിയിൽ എന്തായാലും കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇത് വേവിച്ചെടുക്കുക. ഇങ്ങനെയാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അരീൻ്റെ മുകളിൽ നിൽക്കുന്ന അത്രയാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഒരുപാട് വീഡിയോയിൽ ഞാനിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ അത്ര ക്ലിയർ ആക്കി പറയാത്തത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാവേ. അപ്പോൾ ഇതെല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഉപ്പും കൂടി ചെക്ക് ചെയ്യണം. നമ്മൾ ചെറുനാരങ്ങ ഒഴിക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെള്ളമൊന്നും അളന്നെടുക്കേണ്ട ആവശ്യമില്ല. അത് അരീൻ്റെ മുകളിൽ വരുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മസാലയും ചെറിയ ഫ്ലെയിമിലാണ് വേവുന്നത്. പിന്നെ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ചോറ് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫെല്ലാം വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റുന്ന അത്രയും സമയം വരെ തന്നെ വെച്ചാൽ മതി ബീഫ് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 സവാളയാണ് ഞാൻ ഫ്രൈ ചെയ്ത് അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് ഇട്ട് എല്ലാം ഒന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ ചോറ് ഇടുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ, പകുതി ഇട്ടിട്ടുണ്ടത്. അപ്പോൾ പകുതി ഇട്ടി ഒന്ന് ലെവലാക്കിയ ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ടു. പിന്നെ സവാള ഫ്രൈ ചെയ്തത് അതും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇലകളെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ചോറും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലേൻ്റെ ഫ്ലേവറെല്ലാം നാളെ ചോറിലേക്ക് നല്ലോണം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡിയാക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബീഫിൻ്റെ മസാലയും ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചോറെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും പിന്നെ കുറച്ച് ഇലകളും ചേർത്ത് കൊടുക്കുക. ഇലകളായിട്ട് എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. മല്ലിയില ഉണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ തന്നെ ഇതിലേക്ക് ഇട്ടെങ്കിൽ നല്ലതായിക്കോട്ടോ. അപ്പോൾ അത് റെഡിയാക്കി എല്ലാം ഇട്ടതിന് ശേഷം ഇതൊന്ന് ദമ്മ് ചെയ്യാൻ വെക്കുന്നത് ഇങ്ങനെ ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് അത് നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ നല്ലോണം ആ ഒരു ഫ്ലേവറും കിട്ടും. പിന്നെ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ബീഫ് വേവ് ബാക്കിയുണ്ടെങ്കിൽ അത് ആ ഒരു ദമ്മിലൂടെ തന്നെ വേവും. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അടിപൊളി സ്മെല്ല്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ്, നല്ല ഫ്ലേവറാണ്. ഞാൻ മുമ്പ് വേറൊരു ബീഫ് ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു, ബീഫ് ചില്ലി ബിരിയാണി. അത് ഒരുപാട് ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ലൊരു ഫീഡ്ബാക്ക് തന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അത് വേറൊരു ലെവലാണ്. അപ്പോൾ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ദമ്മ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ അത് അടിയിലൊന്നും പിടിക്കാതെ കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോക്കണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.